അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നോക്കിയിരിക്കുക എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു. മതിലിന് വെളിയിലിറങ്ങിയില്ല, മതിലിന് വെളിയിൽ അപ്പോഴത്തേനും വീർപ്പിച്ച് മതിലിന് വെളിയിലിറങ്ങണ്ട, അപ്പോഴത്തേനും വീർപ്പിക്കുക.
മാമ ഇതിന്റെ ചെറുകിടത്തിൽ എത്ര കൊണ്ടുവരും ഞാൻ പറഞ്ഞുതരാം. മാമ ചേട്ടൻ ഈ പഴവല്ലിയുടെ ഒരു ചേട്ടത്തിയുണ്ട് കന്നടക്കാരി. മാമ ചേർത്തി നോക്കിയോ? കന്നടക്കാരിയെ മണ്ണനെ ഒരു തട്ടിക്കുമായിരുന്നു. പാവപ്പെട്ട അമ്മ ഒരു സ്വാമീനാണ്. അവർ ഇളയ പോലെ ആ മൂക്ക് അതിന് ആ വീട്ടിൽ കൊണ്ട് കയറാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആ ചെറുക്കൻ അമ്പലനെ ചെങ്കി നടക്കുമായിരുന്നു. മാമൻ പേരൊക്കെ നോക്കി കല്ലടയിലാകിയത് കേട്ടോ. പിന്നെ പൊന്നനയുടെ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ ഒരു മോൾ വാവയെന്ന് പറയുന്നത് ഇവന്റെ ടീച്ചറിന് ഇവന്റെ ടീച്ചറാണ് നമ്മൾ ഈ കോട്ടയം ടീച്ചർ ഞാൻ പറഞ്ഞു. വാവയെന്ന് പറയുന്നത് ആ ചേച്ചി ഇവിടെ ആര്യക്ക് കല്യാണം കഴിക്കുന്നത്. അവർ ഒത്തിരി താമസിക്കാനും 2 മക്കൾ ഞങ്ങൾ കഴിക്കാൻ നിൽക്കാനും കേട്ടോ. ഈ ചേച്ചിയെ ഞാൻ പാലമല്ല പുതിയ പാലം ആ പാലത്തെ കുത്തി വെള്ളത്തിലേക്ക് ചേച്ചി വന്നാൽ എന്തിനാ ചാടി കാണുന്ന ചേച്ചി വാങ്ങിച്ചത് മനസ്സിലായോ? ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചേച്ചിയൊക്കെയാണ് അങ്ങനൊന്നും അല്ല പോകുന്നത്. അത് മാനസികാവസ്ഥ വേറെ. ഈ കള്ളരായതൊന്നും ചേച്ചി ആൾക്കാരെ അതുപോലെ തന്നെ ഫാമിലി എന്തോ കൈതാമിനി പറഞ്ഞൊരു ടീച്ചറുണ്ട്. അവരുടെ വീട്ടിൽ നല്ല ഒന്നാമത്തെ സൗകര്യം മൂത്തർ അങ്ങനെ ആർട്ടിസ്റ്റ്. ആ ആർട്ടിസ്റ്റിനെ കുളപ്പിച്ചു അത് കറിവെക്കും. അത് ആത്മഹത്യ നല്ല കൊന്നു കേട്ടോ. പിന്നെ ഒരു പഴവല്ലിയുടെ തന്നെ ഒരു ചേച്ചിയുണ്ട്. നമ്മുടെ ഓടിക്കളി വീടുന്ന അവരുടെ പേര് മുൻമോടിക്കാതെ അത് കൊല്ലക്കാരി നേരെ കൂടുതൽ അവരൊന്നും സാക്ഷി പറയാൻ പോയോ? പോയില്ലയോ? എന്നിട്ട് നിങ്ങൾ പോയില്ലയോ? എപ്പം പോകണ്ടായോ? പോയിട്ടില്ല. ഞങ്ങളെ ഉമ്മാരി പിടിച്ചിട്ട് പോയാ പറയണം. കേട്ടോ. എന്നിട്ട് ആ മുഴുവൻ അമ്പലത്തിന്റെ അവിടെ ഒരു കയ്യനായിരുന്നു. അവന് കല്യാണം കഴിക്കാൻ പെണ്ണും പിന്നെ പോയി അവനെ ഒറ്റയ്ക്കാക്കി അവൻ കെട്ടിത്തൂക്കി നിൽക്കുവായിരുന്നു. ആളുകൾ പോലും അവൻ നിങ്ങൾ കൊണ്ടുപോകാൻ ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവന്റെ മുഴുവൻ ഇല്ലായിരുന്നാണ് പറയുന്നത്. എല്ലാം മുഴുവനൊക്കെ അങ്ങനെ എത്ര എളുപ്പത്തിനെ വളരെത്തിലാണ് ഇവര് നമ്മളോട് അറിയാതെ അത് ഇവരുടെ മോനെ ഞാൻ ഇവരുടെ മോൻ രാത്രി അവന്റെ വഴിയുണ്ടല്ലോ. അവന്റെ വഴിയൊക്കെ പോയിട്ട് നമ്മളെ ആ പടിഞ്ഞാറ് ജയിച്ചു കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് എന്നിട്ട് ഈ കാര്യം വീട്ടിലോട്ട് തന്നെ പോകും. എന്നിട്ട് പറയുന്നറിയോ എന്റെ വീട്ടിൽ ശരിയാണോ? മാവൻ കേട്ട് നോക്കിയാൽ എന്തൊക്കെ ചീത്തയാ വിളിക്കുന്നത്. മാവെന്ന് കേട്ടു ഈ ഓരോരുടെ ഈ രേഖക്കാരും പറയത്തില്ല. അതുപോലത്തെ തെളിയാണ് വിളിക്കുന്നത്. ഇപ്പം പറയുന്നതൊക്കെ എന്തുവാ നിങ്ങളെങ്ങനെ ഇതിനെ പ്രാപ്തിയായിട്ടുണ്ട്. നിങ്ങളെന്തോ മുഖ്യസ്ഥാനം കൂടെയാണ് ഉണ്ടാക്കും ഇത്രയില്ല. ഇതിന് ഗണേശ നമ്പറിന്റെ പേര് വിളിച്ചു പോവാ. ഗണേശ നമ്പറിന് തന്നെ നാണക്കേടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഗണേശ നമ്പർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ റെക്കോർഡുണ്ട്. എന്നിട്ട് തന്നെ ഗണേശ നമ്പറിന്റെ പേരും വിളിച്ചു പോകുന്നേക്കും വേണം. അത് ശരിയല്ലോ. മെമ്പർ അറിഞ്ഞോണ്ടോ ഇത് കട്ട് ചെയ്യുന്നത്? ഇവനാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തുകൊണ്ടുകൊണ്ട് അതിന്റെ പാർട്ടി പ്രവർത്തിക്കുന്നവരെല്ലാം പേര് അങ്ങനെ ഇവരെല്ലാവരും സ്ത്രീകളുടെ പേര് വിളിച്ച് പറയുന്നത്. ഞങ്ങൾ പലരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നിന്നും അറിയാൻ പറഞ്ഞിട്ടില്ല. അവൻ കേട്ടിട്ടുണ്ടോ? വല്ലൊരു ഞാൻ വന്നു പറയുന്നത് ഞാനാണെങ്കിൽ പേര് വന്ന് പറയുന്നത് അവൻ കേട്ടിട്ടുണ്ടോ? ഇവരെന്ത് രമേശനം എന്നെ ഇപ്പോഴുണ്ട് മകനിട്ട് തരാം. ഇവരെന്ത് രമേശനം പറഞ്ഞ പേരൊക്കെ എടുത്ത് ഞങ്ങളെ കണക്കെന്ന് ചെയ്തു കളയെന്ന് പറഞ്ഞാല് നാളെ ഇവന്മാർ വല്ലതും ചെയ്തേച്ച് രമേശനം കൊണ്ട് പോകേണ്ടി വരും. വരുമില്ലേ?